ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചോറിലേക്ക് കൂടെ ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നാടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ തയ്യാറാക്കുന്ന ഉരുളക്കിഴങ്ങും തക്കാളിയും വെച്ചിട്ടാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ അതിന് വേണ്ടി ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, അതുപോലെ തക്കാളി, സവോള, പച്ചമുളക്, ഇതെല്ലാം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതെല്ലാം കഴുകി വാഷ് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ട് വരാവേ. അപ്പോൾ ഞാനിവിടെ കഷ്ണങ്ങളൊക്കെ ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു തണ്ട് കറിവേപ്പില, പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിക്കണം. ഇത് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു മസാല തയ്യാറാക്കണം. അതിനുവേണ്ടി ഒരു മിക്സി ജാറിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2-3 കാന്താരി, ഇല്ലെങ്കിൽ പച്ചമുളക്, ഇത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ ഒരു പിഞ്ച് പെരിഞ്ജീരകം. ഇനി ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മീറ്റ് മസാലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ അരപ്പ് കറിയിലേക്ക് ചേർക്കാം. അപ്പോൾ അരപ്പെല്ലാം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ സിമ്പിളായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അരപ്പ് ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ലാസ്റ്റ് കടുക് താളിച്ച് ചേർക്കണം കേട്ടോ. അപ്പോൾ ഇച്ചിരിയുടെ കാണാനും ഭംഗിയുണ്ടാവും, ടേസ്റ്റും അതുപോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്താതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ.